നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഒരു ഇലക്ട്രിക് കറണ്ട് ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് എഫക്ട്സിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് ആദ്യം ഇതിലെ എല്ലാ തിയറീസും ഒന്ന് കവർ ചെയ്യാം. അത് കഴിഞ്ഞ് അതിൽ നിന്ന് വരാൻ പോകുന്ന ഇമ്പോർട്ടൻറ്റ് എക്സാം ബേസ്ഡ് ക്വസ്റ്റ്യൻസും നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഞാൻ എടുക്കാൻ പോകുന്ന കണ്ടന്റ്സ് ഇങ്ങനെയാണ്. ആദ്യം നമുക്ക് ബേസിക് ഇൻട്രൊഡക്ഷൻ, നമുക്ക് നേരത്തെ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ബ്രഷപ്പ് ചെയ്തെടുക്കാം. എന്താണ് മാഗ്നറ്റ്, മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്, പെർമനന്റ് മാഗ്നറ്റ്, മാഗ്നറ്റിക് കോമ്പസ്, ഇതൊക്കെ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അത് കഴിഞ്ഞ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ എ കറന്റ് ക്യാരിങ് കണ്ടക്ടറിലേക്ക് കടക്കും. ഇത് 3 കേസാണ്. ആദ്യത്തെ കേസ് സ്ട്രേറ്റ് കണ്ടക്ടർ, രണ്ടാമത്തെ കോയിൽ, സോളിനോയിഡ്. ഒരു സ്ട്രേറ്റ് കണ്ടക്ടറിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ്, പിന്നെ ഒരു കോയിലിൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ്, അതുപോലെ ഒരു സോളിനോയിഡ് ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ്. ഇത് കഴിഞ്ഞ് നമുക്ക് ഇതിന്റെ യൂസസ് പഠിക്കാം. അതായത് ഒരു കറന്റ് ക്യാരിങ് കണ്ടക്ടർ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ട് നമുക്ക് എന്താണ് ഗുണം എന്ന് പഠിക്കാം. അതിൽ മെയിനായിട്ട് 2 എക്യുപ്മെന്റ്സ് ആണ് പഠിക്കാൻ പോകുന്നത്. ഒന്ന് ഇലക്ട്രിക് മോട്ടറും, 2 മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് എന്താണ് മാഗ്നറ്റ് എന്ന് പഠിക്കാം. മാഗ്നറ്റും മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്. മാഗ്നറ്റിക് മെറ്റീരിയൽസിനെ അട്രാക്ട് ചെയ്യുന്ന ഒബ്ജക്റ്റ്, അതിനെയാണ് മാഗ്നറ്റ് എന്ന് വിളിക്കുന്നത്. 2 ടൈപ്പ് മാഗ്നറ്റ് ഉണ്ട്, പെർമനന്റ് മാഗ്നറ്റ് ആൻഡ് ഇലക്ട്രോ മാഗ്നറ്റ്. ഈ 2 പടം കാണുന്നത് പെർമനന്റ് മാഗ്നറ്റ് ആണ്. ഇതൊരു ബാർ മാഗ്നറ്റും ഇതൊരു ഹോഴ്സ് ഷൂ മാഗ്നറ്റ് ആണ്. മാഗ്നറ്റിന്റെ പ്രോപ്പർട്ടീസ് പഠിക്കാം. മാഗ്നറ്റിന്റെ ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അത് നോർത്ത് ടു സൗത്ത് പോൾ ട്രാവൽ ചെയ്യും. ഒരു മാഗ്നറ്റ് 2 പോൾ ഉണ്ട്, നോർത്ത് പോൾ, സൗത്ത് പോൾ. നോർത്ത് ടു സൗത്ത് പോൾ ഔട്ടറിൽ കൂടെ ട്രാവൽ ചെയ്യും. ഇന്നർ വരുമ്പോൾ സൗത്ത് ടു നോർത്ത് ട്രാവൽ ചെയ്യും. നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, നോർത്തിൽ നിന്ന് പുറത്തേക്കൂടെ വന്ന് സൗത്തിലെത്തി, സൗത്തിൽ നിന്ന് അകത്തൂടെ നോർത്തിലേക്ക് എത്തി. ഇതാണ് മാഗ്നറ്റ്. മാഗ്നറ്റിന്റെ പ്രോപ്പർട്ടീസ് എന്താണ്? ഓപ്പോസിറ്റ് പോൾസ് അട്രാക്ട്, ലൈക്ക് പോൾസ് റിപ്പൽ. അതായത് ഇപ്പോൾ മാഗ്നറ്റിന്റെ നോർത്തും അടുത്ത് കൊണ്ടുവയ്ക്കുന്നത് റിപ്പൽ ചെയ്യും, നോർത്തും സൗത്തും വെക്കുകയാണെങ്കിൽ അത് അട്രാക്ട് ചെയ്യും. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞു, ഇത് പെർമനന്റ് മാഗ്നറ്റ് ആണെന്ന് പറഞ്ഞു. പെർമനന്റ് മാഗ്നറ്റ് എന്തുകൊണ്ടാണ് ഇങ്ങനെ വിളിക്കുന്നത്? കാരണം ഇതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് എപ്പോഴും പെർമനന്റ് ആയിരിക്കും. നമുക്ക് ഇതിനെ ഓഫ് ചെയ്യാനോ അല്ലെങ്കിൽ ഇതിന്റെ സ്ട്രെങ്ത് വേരി ചെയ്യാനോ ഒന്നും പറ്റില്ല. പക്ഷെ കുറെ വർഷങ്ങൾക്ക് ശേഷം ഒരു അതിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി നഷ്ടപ്പെടാം. അങ്ങനെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. അത് ആ ഒബ്ജക്റ്റ് ഇങ്ങനെ നശിപ്പിച്ച് കളയുമ്പോൾ ഉണ്ടാവുന്ന എഫക്റ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഈ പോൾസ് എപ്പോഴും ഫിക്സഡ് ആയിരിക്കും. അതായത് നോർത്ത് പോളും സൗത്ത് പോളും ഇല്ലേ, ഒരു മാഗ്നറ്റിന്റെ ഒരു വശം എപ്പോഴും നോർത്ത് തന്നെയായിരിക്കും. അത് നമുക്ക് ഒരിക്കലും മാറ്റി സൗത്ത് ആക്കി ചേഞ്ച് ചെയ്യാനൊന്നും പറ്റില്ല. അതുകൊണ്ടാണ് ഇതിനെ പെർമനന്റ് മാഗ്നറ്റ് എന്ന് വിളിക്കുന്നത്. അടുത്തത് മാഗ്നറ്റിക് കോമ്പസ്. ഈ മാഗ്നറ്റിക് കോമ്പസ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു മാഗ്നറ്റിക് നീഡിൽ ആണ്. ഒരു മാഗ്നറ്റ് തന്നെയാണ് അകത്ത് വെച്ചിരിക്കുന്നത്. അതിന്റെ നോർത്ത് പോളിനെ നമ്മൾ റെഡ് ആയിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നു, സൗത്ത് പോൾ അതിന്റെ ഓപ്പോസിറ്റ് പോൾ, അതിനൊന്നും മാർക്കിംഗ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ മാഗ്നറ്റിക് നീഡിൽ ഉപയോഗിക്കുന്നത് ഈ വഴി കാട്ടാൻ വേണ്ടിയാണ്. നമ്മൾ ഷിപ്പിൽ സഞ്ചരിക്കുന്ന ആൾക്കാരും ഫ്ലൈറ്റിൽ സഞ്ചരിക്കുന്ന ആൾക്കാർക്കും ദിശ അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ് ആണ് മാഗ്നറ്റിക് നീഡിൽ. അതിന്റെ കൺസെപ്റ്റ് എന്താണെന്ന് ഞാൻ പറയാം. നമ്മുടെ എർത്തിനകത്ത് ഒരു മാഗ്നറ്റ് ഉണ്ട്. അപ്പോൾ എർത്തിനകത്ത് മാഗ്നറ്റ് ഉണ്ടുമ്പോൾ അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അപ്പോൾ നമ്മളൊരു മാഗ്നറ്റിക് കോമ്പസ് അല്ലെങ്കിൽ മാഗ്നറ്റ് വെക്കുകയാണെങ്കിൽ ആ ഫീൽഡുമായിട്ട് അട്രാക്ഷൻ വരും. അപ്പോൾ അതിന്റെ ഡയറക്ഷനിൽ അലൈൻ ആകും. പക്ഷെ എർത്തിന്റെ ഒരു ഇൻട്രസ്റ്റിംഗ് തിയറി എന്താണെന്ന് വെച്ചാൽ, എർത്തിന്റെ മാഗ്നറ്റിന്റെ സൗത്ത് ഇരിക്കുന്നത് എർത്തിന്റെ നോർത്ത് ഭാഗത്തായിട്ടാണ്. ശരിക്കും ഈ മാഗ്നറ്റ് ഇങ്ങനെ ഒരു ചെരിഞ്ഞായിരിക്കുന്നത്, 15 ഡിഗ്രി ചെരിവുണ്ട്. അപ്പോൾ എക്സാക്ട്ലി ജിയോമെട്രിക് നോർത്ത് അല്ല നമുക്ക് കിട്ടുന്നത്, അതിനെ നമ്മൾ മാഗ്നറ്റിക് നോർത്ത് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ശരിക്കും എർത്തിന്റെ മാഗ്നറ്റിക് നോർത്തിൽ ഇരിക്കുന്നത് എർത്ത് മാഗ്നറ്റിന്റെ സൗത്ത് പോളാണ്. അപ്പോൾ നമ്മൾ മാഗ്നറ്റ് വെച്ച് കഴിയുമ്പോൾ സംഭവിക്കും, ആ മാഗ്നറ്റിന്റെ നോർത്ത് പോൾ സൗത്ത് പോൾ അട്രാക്ട് ചെയ്യും. അപ്പോൾ നോർത്ത് പോൾ പോയിന്റ് ചെയ്യുന്ന നിങ്ങളുടെ എർത്തിന്റെ നോർത്ത് ഭാഗത്തേക്കായിരിക്കും. അപ്പോൾ മാഗ്നറ്റിക് നീഡിൽ ഇതിന്റെ മുകളിൽ കൊണ്ടുവച്ചാൽ നമുക്ക് നോർത്ത് ഭാഗത്തേക്കുള്ള പോയിന്റിങ് കിട്ടും. അങ്ങനെ നോർത്ത് ഡയറക്ഷൻ സീക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ മാഗ്നറ്റിക് നീഡിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു മാഗ്നറ്റിന്റെ നോർത്തും സൗത്ത് പോളും ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ നമുക്കതിങ്ങനെ കാണാൻ പറ്റില്ല. നമ്മൾ അണ്ടർസ്റ്റാൻഡിങ് സൈക്കിൾ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ മനസ്സിലാവും ഒരു മാഗ്നറ്റിന്റെ നോർത്തും സൗത്തും പോൾ ഏതാണെന്ന്? നമ്മൾ നേരത്തെ പറഞ്ഞ മാഗ്നറ്റിക് നീഡിൽ ഇവിടെ ഈ ഡയറക്ഷനിൽ കൊണ്ടുവയ്ക്കാന്ന് വിചാരിക്കും. അപ്പോൾ ഓപ്പോസിറ്റ് പോൾസ് അട്രാക്ട് എന്നാണ്. അപ്പോൾ മാഗ്നറ്റിക് നീഡിന്റെ സൗത്ത് ഭാഗം ഇങ്ങോട്ട് ഈ ഡയറക്ഷനിൽ സൗത്ത് ഭാഗം പോയിന്റ് ചെയ്യും. അത് റെഡ് മാർക്ക് ചെയ്ത ഭാഗം അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോയിന്റ് ചെയ്യും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇതാണ് അതിന്റെ നോർത്ത് പോൾ. അപ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് പോൾ സൗത്ത് പോൾ. ഇങ്ങനെയാണ് ഒരു മാഗ്നറ്റിന്റെ പോൾസ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതുപോലെ ഹോഴ്സ് മാഗ്നറ്റ് ആണെങ്കിൽ നമുക്കറിയാം നോർത്ത് ടു സൗത്ത് ഇങ്ങനെ ട്രാവൽ ചെയ്യും. അപ്പോൾ ഇന്റേണലി സൗത്ത് നോർത്ത് ഇങ്ങനെയാണ് ട്രാവൽ ചെയ്യും. അങ്ങനെയാണ് ഇതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഇരിക്കുന്നത്. ഹാൻസ് ക്രിസ്ത്യൻ ഊസ്റ്റഡ്സ് എക്സ്പെരിമെന്റ്. ഊസ്റ്റഡ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഒരു എക്സ്പെരിമെന്റ് നടത്തുമായിരുന്നു. അദ്ദേഹം ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ അടുത്ത് ഒരു മാഗ്നറ്റിക് കോമ്പസ് ഉണ്ടായിരുന്നു. അപ്പോൾ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് ഈ മാഗ്നറ്റിക് കോമ്പസിൽ ഒരു ഡിഫ്ലക്ഷൻ കാണാനിടയായി. അപ്പോൾ നമുക്കറിയാം
ഒരു മാഗ്നറ്റിക് കോമ്പസിൽ ഡിഫ്ലക്ഷൻ ഉണ്ടാകണമെങ്കിൽ അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരിക്കണം, അഥവാ അവിടെ ഒരു മാഗ്നറ്റ് ഉണ്ടായിരിക്കണമെന്ന്. അപ്പോൾ ഊസ്റ്റഡിന് കൺഫ്യൂഷനായി. ഇവിടെ മാഗ്നറ്റ് ഒന്നുമില്ല, ആകെയുള്ളത് ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ആണെന്ന്. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുമെന്ന്. അദ്ദേഹം ആ എക്സ്പെരിമെന്റ് കണ്ടിന്യൂ ചെയ്തു. ആദ്യം അദ്ദേഹം സൗത്തിൽ നിന്ന് നോർത്തിലേക്കാണ് കറണ്ട് പാസ് ചെയ്യിപ്പിച്ചത്. അപ്പോൾ നീഡിലിന്റെ ഡിഫ്ലക്ഷൻ വെസ്റ്റിലേക്ക് അഥവാ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നത് കണ്ടു. അദ്ദേഹം ബാറ്ററിയുടെ ടെർമിനൽസ് ഒന്ന് മാറ്റി കണക്ട് ചെയ്ത് നോക്കി. നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് കറണ്ട് പാസ് ചെയ്യിപ്പിച്ചു. അപ്പോൾ മാഗ്നറ്റിക് കോമ്പസിന്റെ ഡിഫ്ലക്ഷൻ ഈസ്റ്റ് ഡയറക്ഷൻ അഥവാ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് പോകുന്നുണ്ട്. അദ്ദേഹത്തിന് അപ്പോൾ കുറേ കാര്യങ്ങൾ മനസ്സിലായി. അദ്ദേഹം ആ എക്സ്പീരിമെന്റ് പിന്നെയും കണ്ടിന്യൂ ചെയ്തു. അദ്ദേഹം ഒരു കറണ്ട് ക്യാരി കണ്ടക്ടറിന്റെ ചുറ്റും മാഗ്നറ്റിക് കോമ്പസ് വെച്ചു. എന്നിട്ട് ആദ്യം അതിൽ കറണ്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഇല്ലാത്ത സമയത്ത് മാഗ്നറ്റിക് കോമ്പസ് നമുക്കറിയാം നോർത്തിലേക്ക് പോയിന്റ് ചെയ്തിരിക്കും. കറണ്ട് പാസ് ചെയ്യിപ്പിച്ച സമയത്ത് ഈ മാഗ്നറ്റിക് കോമ്പസ് എല്ലാം ഒരു പ്രത്യേക ഡയറക്ഷനിൽ അലൈൻ ആവുന്ന കണ്ടു. ഒരു സർക്കിൾ ഫോർമേഷൻ ആണ് ഉണ്ടായിരിക്കുന്നത്, അതും ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ. അപ്പോൾ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ സ്ട്രേറ്റ് കണ്ടക്ടറിൽ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് കോൺസെൻട്രിക് സർക്കിൾസ് ആണെന്ന് ഈ എക്സ്പെരിമെന്റിലൂടെ മനസ്സിലായി. ഇതിന്റെ ഡയറക്ഷൻ കറണ്ട് റിവേഴ്സ് ചെയ്യുമ്പോൾ ഈ മാഗ്നറ്റിക് കോമ്പസിൽ ഉണ്ടാവുന്ന ഡിഫ്ലക്ഷന്റെ ഡയറക്ഷൻ ചേഞ്ച് ആവുന്നതും കണ്ടു. മാക്സ്വെൽ എന്ന വേറൊരു സയന്റിസ്റ്റ് ഇത് ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി അദ്ദേഹം ഒരു റൂൾ ഉണ്ടാക്കി. ഈ റൂളിന്റെ പേരാണ് മാക്സ്വെൽസ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. നമ്മൾ ഒരു കണ്ടക്ടർ നമ്മുടെ കയ്യിൽ റൈറ്റ് ഹാൻഡിൽ ഹോൾഡ് ചെയ്യുമ്പോൾ ഇൻ സച്ച് എ വേ ദാറ്റ് നമ്മുടെ തമ്പ് പോയിന്റ് ചെയ്യുന്നത് ഡയറക്ഷൻ ഓഫ് കറണ്ട് ആണെങ്കിൽ നമ്മുടെ ബാക്കിയുള്ള ഫിംഗേഴ്സ് എൻസർക്കിൾ ചെയ്യുമ്പോൾ ഡയറക്ഷൻ ആയിരിക്കും ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. നമുക്ക് സ്റ്റേറ്റ് ചെയ്യാം. ഇത് എക്സാമിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് മാക്സ്വെൽസ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ? Imagine we are holding a current carrying conductor with the right hand in such a way that the thumb points in the direction of the current. The Maxwell's right hand rule states that the direction in which the other finger encircles the conductor gives the direction of the magnetic field. അപ്പോൾ താഴെ നിന്ന് മുകളിലേക്ക് പോകുന്ന കറണ്ടിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ, മുകളിൽ നിന്ന് താഴത്തേക്ക് വന്ന കറണ്ട് പോകുന്ന കണ്ടക്ടറിലെ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു. അതായത് ഇവിടെ ആന്റി ക്ലോക്ക് വൈസും ഇവിടെ ക്ലോക്ക് വൈസും. ഇത് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. അതുപോലെ തന്നെ അടുത്ത റൂളാണ് റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ. നമ്മൾ ഇപ്പോൾ ഒരു സ്ക്രൂ ഒരു മിഡ് വേ പൊസിഷനിൽ വയ്ക്കുകയാണ്. അതായത് അതിന് രണ്ട് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെയെങ്കിൽ നമ്മൾ മൂവ് ചെയ്യിപ്പിക്കുന്ന ഡയറക്ഷൻ ഓഫ് കറണ്ട് ആണെങ്കിൽ നമ്മൾ റൈറ്റ് ഹാൻഡ് ഉപയോഗിച്ച് കൊടുത്ത റൊട്ടേഷൻ ആയിരിക്കും ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഡയറക്ഷൻ ഓഫ് കറണ്ട് മുകളിൽ നിന്ന് താഴത്തേക്കാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് സ്ക്രൂ ടൈറ്റ് ചെയ്യണം. ടൈറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിക്കണം. ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിക്കുമ്പോൾ സ്ക്രൂ താഴത്തേക്ക് മൂവ് ചെയ്യും. അപ്പോൾ ഡയറക്ഷൻ ഓഫ് കറണ്ട് താഴത്തോട്ടാണെങ്കിൽ ക്ലോക്ക് വൈസ് ആയിരിക്കും ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. അതുപോലെ സ്ക്രൂ മുകളിലേക്ക് എടുക്കണമെങ്കിൽ നമ്മൾ ആന്റി ക്ലോക്ക് വൈസ് റൈറ്റ് ഹാൻഡ് വെച്ച് റൊട്ടേറ്റ് ചെയ്യണം. അപ്പോൾ സ്ക്രൂ അഡ്വാൻസ് ചെയ്യുന്ന ഡയറക്ഷൻ താഴെ നിന്ന് മുകളിലേക്കാണ്. അപ്പോൾ താഴെ നിന്ന് മുകളിലേക്കാണ് കറണ്ട് പോകുന്നതെങ്കിൽ നമ്മൾ സ്ക്രൂ ആന്റി ക്ലോക്ക് വൈസ് തിരിച്ചതുകൊണ്ട് ആന്റി ക്ലോക്ക് വൈസ് ആയിരിക്കും മാഗ്നറ്റിക് ഫീൽഡ്. റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂളോ റൈറ്റ് ഹാൻഡ് തമ്പ് റൂളോ ഉപയോഗിച്ച് നമുക്ക് കറണ്ട് ക്യാരിങ് സ്ട്രേറ്റ് കണ്ടക്ടറിൽ പോകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ കണ്ടുപിടിക്കാം. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ നമ്മൾ ഹൂസ്റ്റന്റെ എക്സ്പെരിമെന്റിൽ കണ്ടു ഒരു സ്ട്രേറ്റ് കറണ്ട് ക്യാരിങ് കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുമെന്ന്. ഈ പ്രൊഡ്യൂസ് ചെയ്ത മാഗ്നറ്റിക് ഫീൽഡ് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുമെന്ന് നമുക്ക് ഒന്ന് നോക്കാം. അതിനുവേണ്ടി ചെറിയൊരു സർക്യൂട്ട് എക്സ്പെരിമെന്റ് ആണത്. അതിനുവേണ്ടി ഒരു ബാറ്ററി എടുത്തു, മീറ്റർ, കോമ്പസ് നീഡിൽ, ഒരു സ്വിച്ച്, ഒരു റിയോസ്റ്റാറ്റ്. ഈ റിയോസ്റ്റാറ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത് നമുക്കറിയാം. ഇത് വെച്ച് നമുക്ക് സർക്യൂട്ട് റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്യാം. സർക്യൂട്ട് റെസിസ്റ്റൻസ് ചേഞ്ച് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി സർക്യൂട്ടിൽ ഫ്ലോ ചെയ്യുന്ന കറണ്ടും ചേഞ്ച് ആകും. അപ്പോൾ നമ്മൾ എക്സ്പെരിമെന്റ് നോക്കാം. ആദ്യം റിയോസ്റ്റാറ്റ് നമുക്ക് മാക്സിമം റെസിസ്റ്റൻസ് പോയിന്റിലേക്ക് ഇടാം. അപ്പോൾ കറണ്ട് ഏറ്റവും മിനിമം ആയിരിക്കും. എന്നിട്ട് നമ്മൾ സ്വിച്ച് ഓൺ ആക്കി. അപ്പോൾ നമുക്ക് ഈ കോമ്പസ് നീഡിൽ കിട്ടുമ്പോൾ ഡിഫ്ലക്ഷൻ നോട്ട് ചെയ്യാം. അത് കഴിഞ്ഞ് ഗ്രാജുവലി റെസിസ്റ്റൻസ് കുറച്ച് കൊണ്ടുവരാം. റെസിസ്റ്റൻസ് കുറച്ച് വരുമ്പോൾ കറണ്ട് കൂടി വരുന്നു. അത് നമുക്ക് ഈ അമ്മീറ്ററിൽ കാണാൻ പറ്റും. കറണ്ട് കൂടി വരുമ്പോൾ ഈ മാഗ്നറ്റിക് കോമ്പസിൽ ഉണ്ടാകുമ്പോൾ ഡിഫ്ലക്ഷൻ നോട്ട് ചെയ്യാം. അപ്പോൾ ഈ എക്സ്പെരിമെന്റ് നടത്തിയപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ കറണ്ട് കൂടുന്തോറും ഈ മാഗ്നറ്റിക് കോമ്പസിന്റെ ഡിഫ്ലക്ഷൻ ഇത്തിരി കൂടെ ഫാസ്റ്റ് ആവുന്നു. അതായത് മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് കൂടുന്നു. അപ്പോൾ നമുക്ക് സമ്മറൈസ് ചെയ്യാം. ഇൻക്രീസ് ഇൻ കറണ്ട് ഇൻക്രീസസ് മാഗ്നറ്റിക് ഫീൽഡ്. നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിനെ ബി എന്ന് നൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു റെസിസ്റ്റൻസ് ഓട്ടോമാറ്റിക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി റിയോസ്റ്റാറ്റ് ഉപയോഗിക്കുന്നു. ഈ റെസിസ്റ്റൻസ് റോ എൽ ബൈ എ ആണ്. അത് നമ്മൾ ഉപയോഗിക്കുന്ന കണ്ടക്ടറിനെ ഡിപ്പെൻഡ് ചെയ്യും. എൽ മീൻസ് ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ,
എ മീൻസ് ഏരിയ ഓഫ് ദ കണ്ടക്ടർ. ഇപ്പോൾ നമ്മൾ ഈ ക്രോസ് സെക്ഷണൽ ഏരിയ കണ്ടക്ടറിന്റെ കൂട്ടുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവിടെ റെസിസ്റ്റൻസ് കുറയും. റെസിസ്റ്റൻസ് കുറയുമ്പോൾ കറണ്ട് കൂടും. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തേക്ക് ഇങ്ങനെ ഒരു റിലേഷൻ ഉണ്ടെന്ന്. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം നമ്മൾ ഉപയോഗിക്കുന്ന കണ്ടക്ടറിന്റെ ഏരിയ കൂട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവുമെന്ന്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ നമ്മൾ നോട്ട് ചെയ്തിട്ട് അത് വെച്ച് നമുക്ക് പറയാം റെസിസ്റ്റൻസ് മാറും, അപ്പോൾ കറണ്ട് മാറും, മാഗ്നറ്റിക് ഫീൽഡ് മാറുമെന്ന്. രണ്ടാമതായിട്ട് ഈ കോമ്പസ് നീഡിൽ ആദ്യം അദ്ദേഹം അടുത്ത് വെച്ചു, പിന്നെ കുറെ ദൂരെ പയ്യെ ഗ്രാജുവലി ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്തുകൊണ്ട് വന്നു. ഇങ്ങനെ ഇൻക്രീസ് ചെയ്തപ്പോൾ അദ്ദേഹം നോട്ട് ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ മാഗ്നറ്റിക് ഫീൽഡ് ഡിക്രീസ് ചെയ്യുന്നുണ്ട്, കാരണം കോമ്പസിന്റെ ഡിഫ്ലക്ഷൻ കുറഞ്ഞു വരുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ഇൻക്രീസ് ഇൻ ഡിസ്റ്റൻസ് ഡിക്രീസസ് മാഗ്നറ്റിക് ഫീൽഡ്, അതായത് ബി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസ് കൂടുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് കുറയും. പരീക്ഷയ്ക്ക് ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചാൻസ് ഉണ്ട്, എന്താണ് സ്ട്രേറ്റ് കറന്റ് ക്യാരിങ് കണ്ടക്ടറിലെ മാഗ്നറ്റിക് ഫീൽഡിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്. അപ്പോൾ രണ്ട് ഫാക്ടേഴ്സ് ആണ്, ഒന്ന് കറണ്ടും ഒരു ഡിസ്റ്റൻസും. നമ്മൾ ഈ സർക്യൂട്ട് ഡയഗ്രം വരച്ചിട്ട് ഈ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യും. പരീക്ഷയ്ക്ക് വരാൻ പോകുന്ന വേറൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ ഒരു സ്ട്രേറ്റ് കറന്റ് ക്യാരിങ് കണ്ടക്ടറിന്റെ അടിയിൽ ഒരു മാഗ്നറ്റിക് കോമ്പസ് വെച്ചു. ആ കണ്ടക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ മാഗ്നറ്റിക് കോമ്പസിൽ ഉണ്ടാകുമ്പോൾ ഡിഫ്ലക്ഷൻ എങ്ങോട്ടാണെന്നോ അതോ ആന്റി ക്ലോക്ക് വൈസ് ആണോ ക്ലോക്ക് വൈസ് ആണെന്നോ നമുക്കിത് സിമ്പിൾ ആയിട്ട് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ വെച്ച് കണ്ടുപിടിക്കാം. കാരണം നമുക്ക് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ വെച്ച് മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ കിട്ടും. അപ്പോൾ നമ്മൾ മാഗ്നറ്റിക് കോമ്പസ് എവിടെയാണോ വെക്കുന്നത് ആ പോയിന്റിൽ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ എങ്ങോട്ടാണോ അങ്ങോട്ടായിരിക്കും മാഗ്നറ്റിക് കോമ്പസിന്റെ നോർത്ത് ഫേസ് ചെയ്യുന്നത്. ഇത് കണ്ടുപിടിക്കാനുള്ള രണ്ട് സിമ്പിൾ റൂൾസ് ആണ് ആംബിയർ സ്വിമ്മിംഗ് റൂളും സ്നോ റൂളും. ആദ്യം ആംബിയർ സ്വിമ്മിംഗ് റൂൾ നോക്കാം. ഒരാൾ സ്വിം ചെയ്യുന്നു, അയാളുടെ കാലിൽ നിന്ന് തലയിലേക്കാണ് കറണ്ട് ഡയറക്ഷൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ താഴെ വയ്ക്കുന്ന മാഗ്നറ്റിക് കോമ്പസിന്റെ ഡിഫ്ലക്ഷൻ അയാളുടെ ലെഫ്റ്റ് ഹാൻഡിലേക്ക് ആയിരിക്കും. അപ്പോൾ മൂവ്മെന്റ് ആന്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. അയാൾ താഴത്തേക്കാണ് നീങ്ങുന്നത്, അയാളുടെ കാലിൽ നിന്ന് തലയിലേക്ക് കറണ്ട് പോകുന്നു, ഡിഫ്ലക്ഷൻ അപ്പോഴും ലെഫ്റ്റ് ഹാൻഡിലേക്കാണ്. അത് പക്ഷെ ഇവിടെ റൈറ്റ് സൈഡിലാണ്. റൈറ്റ് സൈഡിലാകുമ്പോൾ ക്ലോക്ക് വൈസ് ആകുന്നു. ഓക്കെ, ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി രണ്ടാമത്തെ കേസ് മാഗ്നറ്റിക് കോമ്പസ് കണ്ടക്ടറിന്റെ മുകളിലാണ് വയ്ക്കുന്നതെങ്കിൽ അപ്പോൾ നമ്മൾ എടുക്കേണ്ടത് അയാൾ ബാക്ക് സ്ട്രോക്കിലാണ് സ്വിം ചെയ്യുന്നത്. ബാക്കി കണ്ടീഷനൊക്കെ സെയിം തന്നെ. കാലിൽ നിന്ന് തലയിലേക്ക് കറണ്ട് പോകുന്നു, ലെഫ്റ്റ് സൈഡിലേക്കായിരിക്കും മാഗ്നറ്റിക് കോമ്പസ് ഡിഫ്ലക്ട് ചെയ്യുന്നത്. അപ്പോൾ മുകളിൽ വയ്ക്കുമ്പോൾ ഇവിടെ ക്ലോക്ക് വൈസും ഇവിടെ ആന്റി ക്ലോക്ക് വൈസും വരും. ഓക്കെ, രണ്ടാമത്തെ റൂളാണ് സ്നോ റൂൾ. ഈ റൂൾ വളരെ സിമ്പിൾ ആണ്. സൗത്തിൽ നിന്ന് നോർത്തിലേക്ക് പോകുമ്പോൾ ഡിഫ്ലക്ഷൻ വെസ്റ്റിലാണ്. സൗത്ത്, നോർത്ത്, വെസ്റ്റ്, സ്നോ. സൗത്തിൽ നിന്ന് നോർത്തിലേക്ക് പോകുമ്പോൾ ഡിഫ്ലക്ഷൻ വെസ്റ്റിലാണ്. ഇത് ഓർത്തിരിക്കാൻ വേണ്ടിയുള്ള സിമ്പിൾ റൂൾസ് ആണ്, നമ്മൾ സിലബസിൽ പറയുന്നില്ല. നമ്മൾ ഇതിൽ മെയിൻ ആയിട്ട് ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു മാഗ്നറ്റിക് കോമ്പസ് നമ്മൾ വെറുതെ വയ്ക്കുകയാണെങ്കിൽ ഓൾവേസ് സൗത്ത് ടു നോർത്തിലാണ് പോയിന്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എക്സ്പെരിമെന്റ് നടത്തുമ്പോൾ നമുക്ക് ഡിഫ്ലക്ഷൻ കാണണം. അപ്പോൾ വെസ്റ്റിലേക്കോ ഈസ്റ്റിലേക്കോ ഡിഫ്ലക്ഷൻ വരാൻ പാകത്തിനാണ് നമ്മൾ ഓരോ എക്സ്പെരിമെന്റ് നടത്തുന്നത്. നമുക്ക് ഈ ഫിഗർ നോക്കാം. ഈ ഫിഗറിൽ കറണ്ട് പോകുന്നത് വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്കാണ്. അപ്പോൾ നമുക്ക് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ വെച്ച് നമുക്കറിയാം ഈ പോയിന്റിൽ നോർത്ത് പോയിന്റ്, മാഗ്നറ്റിക് കോമ്പസ് നോർത്ത് പോയിന്റ് ചെയ്യേണ്ടത് ഈ ഡയറക്ഷനിലാണ്. ഇപ്പോൾ കറണ്ട് ഒന്നും പാസ് ചെയ്യുന്നില്ല, നോർമൽ രീതിയിൽ ഇരിക്കുന്നത് തന്നെ കോമ്പസ് ഓൾറെഡി നോർത്തിലേക്ക് പോയിന്റ് ചെയ്താണ്. അപ്പോൾ കറണ്ട് പാസ് ചെയ്തപ്പോൾ ഉണ്ടായ ഡിഫ്ലക്ഷൻ നോർത്തിലേക്ക് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഡിഫ്ലക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഡിഫ്ലക്ഷൻ ഉണ്ടാവാൻ പാകത്തിന് എക്സ്പെരിമെന്റ് ചെയ്യണം. കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നമുക്ക് നോക്കാം. ഡയറക്ഷൻ ഓഫ് കറണ്ട് എന്ന് പറയുന്നത് പോസിറ്റീവ് ടു നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററിയാണ്. അതായത് ഒരു ബാറ്ററിയുടെ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കായിരിക്കും ഓൾവേസ് ഡയറക്ഷൻ ഓഫ് കറണ്ട് പോകുന്നത്. പോസിറ്റീവ് എന്ന് പറയുന്നത് നീളം കൂടിയ ആ പ്ലേറ്റും നെഗറ്റീവ് എന്ന് പറയുന്നത് നീളം കുറഞ്ഞ പ്ലേറ്റുമാണ്. ഓക്കെ, രണ്ടാമത്തെ കാര്യം ഡയറക്ഷൻ ഓഫ് ഇലക്ട്രോൺ മൂവ്മെന്റ് ഈസ് ഓപ്പോസിറ്റ് ടു ഡയറക്ഷൻ ഓഫ് ദ കറണ്ട്. ചില ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമുക്ക് കറണ്ട് ഡയറക്ഷൻ തരില്ല, നമുക്ക് ഇലക്ട്രോണിന്റെ ഡയറക്ഷൻ ആയിരിക്കും തരുന്നത്. അപ്പോൾ നമ്മൾ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ഓൾവേസ് ഡയറക്ഷൻ ഓഫ് കറണ്ട് ആണ് എടുക്കുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ആണെങ്കിൽ നോർത്ത് സൗത്തിലാണ് ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നതെങ്കിൽ കറണ്ട് പോകുന്നത് സൗത്ത് നോർത്തിലാണ്. അപ്പോൾ നമുക്കറിയാം സൗത്ത് നോർത്തിൽ കറണ്ട് പോകുമ്പോൾ ഡിഫ്ലക്ഷൻ വെസ്റ്റ് സൈഡിലേക്കാണ് ബൈ സ്നോ റൂൾ. അപ്പോൾ ഇത് പ്രത്യേകം നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞു മാഗ്നറ്റിക് നീഡിൽ ഡിഫ്ലക്ഷന്റെ കാര്യം. അതായത് മാഗ്നറ്റിക് നീഡിൽ ലെഫ്റ്റിലേക്കാണ് ഡിഫ്ലക്ഷൻ ചെയ്യുന്നതെങ്കിൽ ആ മൂവ്മെന്റിനെ ആന്റി ക്ലോക്ക് വൈസ് മൂവ്മെന്റ് എന്നും, റൈറ്റിലേക്കാണ് ചെയ്യുന്നതെങ്കിൽ ആ മൂവ്മെന്റിനെ ക്ലോക്ക് വൈസ് മൂവ്മെന്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞു മാഗ്നറ്റിക് നീഡിൽ അറ്റ് റെസ്റ്റ് ഓൾവേസ് പോയിന്റ്സ് ഫ്രം സൗത്ത് ടു നോർത്ത്. ഇത് നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ നമുക്ക് ചില ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. ഓക്കെ, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ആണ്.
current is passed from south to north through a conductor placed below a freely pivoted magnetic needle. ഒരു നീഡിലിന്റെ അടിയിൽ ഒരു കണ്ടക്ടർ പ്ലേസ് ചെയ്തിരിക്കുന്നു. കറണ്ട് ഫ്ലോ ചെയ്യുന്നത് സൗത്ത് ടു നോർത്തിലാണ്. അപ്പോൾ ഏത് ഡയറക്ഷനിലായിരിക്കും നോർത്ത് പോൾ ഓഫ് ദ മാഗ്നറ്റിക് നീഡിൽ ടേൺ? ഇത് നമ്മൾ ക്വസ്റ്റ്യൻ അസസ് ചെയ്യണം. കണ്ടക്ടറിന്റെ മുകളിലാണ് മാഗ്നറ്റിക് നീഡിൽ വയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് ആംബിയസ് സ്വിമ്മിംഗ് റൂൾ ബാക്ക് സ്ട്രോക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിച്ച് ഡയറക്ഷൻ കണ്ടുപിടിക്കാം. ഇപ്പോൾ ഇതാണ് ഈ കണ്ടീഷനാണത്, അതായത് കണ്ടക്ടറിന്റെ മുകളിൽ മാഗ്നറ്റിക് നീഡിൽ. ഓക്കെ, സൗത്ത് ടു നോർത്തിൽ കറണ്ട് പാസ് ചെയ്തു. അപ്പോൾ നമുക്കറിയാം ഈ കേസിൽ ഡിഫ്ലക്ഷൻ വരാൻ പോകുന്നത് ഈസ്റ്റ് ഡയറക്ഷനിലേക്കായിരിക്കും. അതായത് ഒരാൾ ബാക്ക് സ്ട്രോക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ അയാളുടെ ലെഫ്റ്റ് ഹാൻഡ് ഡിഫ്ലക്ഷൻ വരുന്നത് ഈസ്റ്റിലേക്കാണ്. ഈസ്റ്റ്, ഈ മൂവ്മെന്റിനെ ക്ലോക്ക് വൈസ് മൂവ്മെന്റ് എന്ന് പറയാം. ഓക്കെ, വിച്ച് റൂൾ ഈസ് യൂസ് ടു അറൈവ് അറ്റ് ദിസ് ഇൻ റെഫറൻസ്? നമുക്ക് പറയാം റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിച്ച് നമുക്ക് ഓൾറെഡി നമുക്ക് ഇതിന്റെ ഡയറക്ഷൻ അറിയാമായിരുന്നു. ഡയറക്ഷൻ അറിയാവുന്നതുകൊണ്ട് നമുക്കറിയാം മാഗ്നറ്റിക് നീഡിൽ എങ്ങനെയാണ് പോയിന്റ് ചെയ്യുന്നത്. ആ റൂൾ സ്റ്റേറ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആംബിയസ് സ്വിമ്മിംഗ് റൂളും സ്റ്റേറ്റ് ചെയ്യാം, അതും ഒരു റൂളാണ്. Okay, if the current flows in the conductor in the east-west direction, what do you guess about the deflection of the magnetic needle? അതായത് ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്കാണ്. ഓക്കെ, ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്ക് പോകുന്നു, മാഗ്നറ്റിക് നീഡിൽ മുകളിൽ വയ്ക്കുന്നു. അപ്പോൾ നമുക്ക് ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്ക് ഒരാൾ ബാക്ക് സ്ട്രോക്ക് ആയിട്ട് നീന്തുന്ന ആലോചിക്കാം. ഒരാൾ ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്ക് ബാക്ക് സ്ട്രോക്ക് ആയിട്ട് നീങ്ങുമ്പോൾ അയാളുടെ കൈ ലെഫ്റ്റ് ഹാൻഡ് വരുന്നത് നോർത്തിലേക്കാണ്. അപ്പോൾ ഡിഫ്ലക്ഷൻ നോർത്തിലേക്ക് വരണം. പക്ഷെ നമുക്കറിയാം ഓൾറെഡി മാഗ്നറ്റിക് നീഡിൽ നോർത്തിലേക്കാണ് പോയിന്റ് ഇരിക്കുന്നത്, അപ്പോൾ അവിടെ ഡിഫ്ലക്ഷൻ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, ഈ ക്വസ്റ്റ്യൻസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് പരീക്ഷയ്ക്ക് ഷുവറായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൽ ഓരമാണ്, പ്രത്യേകം നോട്ട് ചെയ്യുക. നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിനെ സ്ട്രേറ്റ് കണ്ടക്ടർ കണ്ടു. അടുത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഇൻ എ കറണ്ട് ക്യാരിങ് കോയിൽ ഒരു സർക്കുലർ ലൂപ്പ്. അപ്പോൾ ഇതിന്റെ എക്സ്പെരിമെന്റ് സെറ്റപ്പ് ഒന്ന് ഞാൻ പറയാം. നമ്മളൊരു സർക്കുലർ കോയിൽ എടുത്തു, അതിൽ ബാറ്ററി കണക്ട് ചെയ്തു, റിയോസ്റ്റാറ്റ്, സ്വിച്ച്. ഈ ലൈൻ കണ്ടോ? ഈ ലൈനിൽ നമ്മളൊരു മാഗ്നറ്റിക് കോമ്പസ് വെച്ചു. എന്നിട്ട് മാഗ്നറ്റിക് കോമ്പസിന്റെ ഡിഫ്ലക്ഷൻ ചെക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ കറണ്ട് പാസ് ചെയ്തു. കറണ്ട് ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, അതായത് ആന്റി ക്ലോക്ക് വൈസ്. ആന്റി ക്ലോക്ക് വൈസിൽ നമ്മൾ കറണ്ട് പാസ് ചെയ്തപ്പോൾ മാഗ്നറ്റിക് നീഡിൽ പോയിന്റ് ചെയ്യുന്നത് ഈ ഡയറക്ഷനിലാണ്. അതായത് നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ ടുവേർഡ്സ് അസ്, നമ്മുടെ നേരെയാണ് ഡിഫ്ലക്ഷൻ കണ്ടത്. അതുപോലെ കറണ്ട് ഡയറക്ഷൻ മാറ്റി ക്ലോക്ക് വൈസ് ആക്കിയപ്പോൾ ഡിഫ്ലക്ഷൻ കണ്ടത് ടുവേർഡ്സ് ദ സ്ക്രീൻ. അതായത് നമ്മൾ നോക്കുമ്പോൾ സ്ക്രീനിന്റെ ഉള്ളിലേക്ക് പോകുന്ന പോലെയാണ് ഡിഫ്ലക്ഷൻ കണ്ടത്. അതാണ് ഈ എക്സ്പെരിമെന്റിന്റെ റിസൾട്ട് കിട്ടിയത്. അതായത് ഡയറക്ഷൻ ഓഫ് കറണ്ട് ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇസ് കമ്മിങ് ടുവേർഡ്സ് അസ്. ഡയറക്ഷൻ ഓഫ് കറണ്ട് ക്ലോക്ക് വൈസ് ആണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ഗോയിങ് അവേ ഫ്രം അസ്. അപ്പോൾ ഈ എക്സ്പെരിമെന്റ് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി റൂൾ എടുത്തു. ആ റൂളാണ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. അതായത് നമ്മൾ റൈറ്റ് ഹാൻഡ് എടുത്ത് നമ്മൾ ഇങ്ങനെ ഡയറക്ഷൻ ഓഫ് കറണ്ട്, അതായത് ആ കോയിലൂടെ പോകുന്ന ഡയറക്ഷൻ ഓഫ് കറണ്ടിന്റെ ഡയറക്ഷനിൽ നമ്മൾ നമ്മുടെ കൈകൾ ചുരുട്ടി വെച്ചാൽ നമ്മുടെ തമ്പ് പോയിന്റ് ചെയ്യുന്നതായിരിക്കും മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. അതായത് നമ്മൾ കൈ ഇങ്ങനെ ചുരുട്ടുമ്പോൾ, അത് കറണ്ടിന്റെ ഡയറക്ഷനിൽ ചുരുട്ടുമ്പോൾ നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് നമ്മുടെ തമ്പിന്റെ ഡയറക്ഷനിലായിരിക്കും. ഇതാണ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. ഓക്കെ, ഞാൻ ഇൻസൈഡിന്റെ കാര്യം മാത്രമാണ് പറഞ്ഞോളൂ. അപ്പോൾ ഔട്ട്സൈഡിൽ മാഗ്നറ്റിക് കോമ്പസിന്റെ ഡിഫ്ലക്ഷൻ ഇങ്ങനെയായിരുന്നു, അതായത് അകത്തൂടെ വന്നിട്ട് കറങ്ങി തിരിച്ച് അകത്തേക്ക് കയറുന്ന രീതിയിലാണ്. അപ്പോൾ ഇതാണ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂളും ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെ കണ്ടുപിടിക്കാമെന്നും ഈ എക്സ്പെരിമെന്റിലൂടെ നമുക്ക് മനസ്സിലായത്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ മാഗ്നറ്റിക് ഫീൽഡ്. നമ്മൾ സ്ട്രേറ്റ് കറണ്ട് കണ്ടക്ടറിൽ ഉണ്ടായ ഫാക്ടേഴ്സ് നമ്മൾ ചെക്ക് ചെയ്തതാണ്. അതുപോലെ കോയിൽ ഉണ്ടാവുന്ന ഫാക്ടേഴ്സ് നടത്താനും എക്സ്പെരിമെന്റ് നടത്തി. പഴയതുപോലെ തന്നെ റിയോസ്റ്റാറ്റും സ്വിച്ചും ഉപയോഗിച്ച് നടത്തി. ഇതിലും നമ്മൾ കണ്ടു ഇൻക്രീസ് ഇൻ കറണ്ട് ഇൻക്രീസസ് മാഗ്നറ്റിക് ഫീൽഡ്. നമ്മൾ കറണ്ട് ഇൻക്രീസ് ചെയ്തപ്പോൾ ഡിഫ്ലക്ഷൻ കൂടുതലാണെന്ന് കണ്ടു. അതിന്റെ അർത്ഥം മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് അവിടെ കൂടുതലാണ്, അതായത് ബി പ്രപ്പോർഷണൽ ടു ഐ. അതുപോലെ ഇവിടെയും നമ്മൾ മാഗ്നറ്റിക് കോമ്പസ് ദൂരെ വെച്ചപ്പോൾ ഡിഫ്ലക്ഷൻ കുറയുന്നു കണ്ടു. അപ്പോൾ ഡിസ്റ്റൻസ് കൂടുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് കുറഞ്ഞ കാര്യം കണ്ടു. അപ്പോൾ രണ്ട് ഫാക്ടറാണ്, ബി പ്രപ്പോർഷണൽ ടു ഐയും ബി ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ഡിസ്റ്റൻസ്. മൂന്നാമത്തെ ഒരു ഫാക്ടർ എന്താണെന്ന് പറഞ്ഞാൽ നമ്മളിത് സിംഗിൾ കോയിൽ ആണ് എടുത്തത്. ഈ കോയിലിന്റെ എണ്ണം കൂട്ടി, അതായത് നമ്പർ ഓഫ് ടേൺസ് കൂട്ടിക്കഴിഞ്ഞ് നമ്മൾ മാഗ്നറ്റിക് നീഡിൽ വെച്ച് നോക്കുമ്പോൾ അതിന് ഡിഫ്ലക്ഷൻ റേറ്റ് കൂടുന്നു കണ്ടു. അതായത് നമ്പർ ഓഫ് ടേൺസ് കൂട്ടിയപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് കൂടി. അങ്ങനെ വരുന്ന കേസാണ് നമ്മുടെ മൂന്നാമത്തെ കേസ്, സോളിനോയിഡ്. സോളിനോയിഡ് is a long coil of wire wrapped in many turns whose diameter is less than the length. അതായത് ഒരു വയർ എടുത്ത് നമ്മളിങ്ങനെ ടേൺ ആയിട്ട് റാപ്പ് ചെയ്ത്
such that the diameter of the circle, അതായത് ഈ സർക്കിൾ ഡയമീറ്റർ ലെങ്തിനേക്കാളും ചെറുത്, അതിനാണ് സോളിനോയിഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പഴയ പോലെ തന്നെ എക്സ്പെരിമെന്റ് ചെയ്ത് സോളിനോയിഡിൽ കൂടെ പോകുന്ന മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിച്ചു. അപ്പോൾ അതിങ്ങനെയാണ് വരുന്നത്. നമ്മുടെ പെർമനന്റ് മാഗ്നറ്റിൽ വരുന്ന സെയിം മാഗ്നറ്റിക് ഫീൽഡിന്റെ ഷേപ്പിലാണ് ഇതിലും വരുന്നത്. സെന്ററിൽ മാഗ്നറ്റിക് ഫീൽഡ് യൂണിഫോം കോൺസ്റ്റന്റ് ആയിരിക്കും, പുറത്തേക്ക് വരുമ്പോൾ വീക്കായിട്ട് വരും. ഓക്കെ, അതാണ് സോളിനോയിഡ് ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഇത് എങ്ങനെ കണ്ടുപിടിക്കാം, ഡയറക്ഷനും കാര്യങ്ങളും എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി നമുക്ക് വരുന്നത് റൈറ്റ് ഹാൻഡ് തമ്പ് തന്നെയാണ്. തമ്പ് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് തരും, സച്ച് ദാറ്റ് നമ്മൾ കേൾ ചെയ്യുന്നു, ഫിംഗേഴ്സ് കേൾ ചെയ്യുന്നു ഡയറക്ഷൻ ഓഫ് കറന്റ്. അപ്പോൾ നമുക്ക് തമ്പ് നമുക്ക് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് തരും. ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊരു പെർമനന്റ് മാഗ്നറ്റിന്റെ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് സെയിം ആണെന്ന്. പെർമനന്റ് മാഗ്നറ്റിന് നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ട്. അതുപോലെ തന്നെ ഈ സോളിനോയിഡ്സിനും സൗത്ത് പോളും നോർത്ത് പോളും ഉണ്ട്. നമ്മുടെ തമ്പ് ഫേസ് ചെയ്യുന്ന ഭാഗമാണ് നോർത്ത് പോൾ. ഇത് കണ്ടുപിടിക്കാൻ വേറെ നമുക്ക് റൂളും ഉണ്ട്, ക്ലോക്ക് ഫേസ് റൂൾ. അതായത് നമ്മൾ സോളിനോയിഡ് എടുത്ത് രണ്ട് എൻഡ് ഉണ്ടാവുമല്ലോ, ഒരു എൻഡിൽ നമ്മൾ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കും. ഇപ്പൊ നമ്മൾ ഒരു എൻഡ് എടുത്തു, ആ എൻഡിൽ കറണ്ട് ക്ലോക്ക് വൈസ് ആണ് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ അത് സൗത്ത് പോൾ ആയിരിക്കും. അത് കണ്ടുപിടിക്കുക എളുപ്പം എന്താണെന്ന് നമ്മൾ സൗത്ത് നിന്ന് എസ് ഇങ്ങനെ എഴുതും, ഇത് രണ്ട് ആരോ വരയ്ക്കും. അപ്പൊ ഈ ആരോ ഇങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത് ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ ക്ലോക്ക് വൈസ് ആണെങ്കിൽ അവിടെ സൗത്ത് പോൾ ആയിരിക്കും. അപ്പൊ അപ്പുറത്തെ എൻ്റെ ഓട്ടോമാറ്റിക്കലി നോർത്ത് പോൾ ആയിരിക്കും, അപ്പുറത്തെ എൻ്റെ ഓട്ടോമാറ്റിക്കലി ആന്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. ആന്റി ക്ലോക്ക് വൈസ് കറണ്ട് ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ നോർത്ത്. അത് മനസ്സിലാക്കാൻ വേണ്ടി എൻ എന്ന് എഴുതുക, രണ്ട് എൻഡും ഇങ്ങനെ ആരോ വരയ്ക്കുക. അപ്പോൾ നോക്കുക ആരോ ജോയിൻ ചെയ്യുക, അത് ആന്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. അപ്പൊ ഈ സിമ്പിൾ റൂൾ, ക്ലോക്ക് ഫേസ് റൂൾ ഉപയോഗിച്ച് നമുക്ക് നോർത്ത് പോളും സൗത്ത് പോളും കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ സോളിനോയിഡിൽ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ മാഗ്നറ്റിക് ഫീൽഡ് എന്താണെന്ന് നോക്കാം. ഓക്കെ, സർക്യൂട്ട് സെറ്റപ്പ് ചെയ്തു, നമ്മൾ ഓർമ്മയുണ്ട് റിയോസ്റ്റാറ്റ് ഒക്കെ സെറ്റപ്പ് ചെയ്തു, കറണ്ട് വേരി ചെയ്തപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് കൂടുന്നു കണ്ടു. അപ്പോൾ ഇവിടെ ബി ഈസ് പ്രപ്പോർഷണൽ ടു ഐ. സെക്കൻഡ് ഡിസ്റ്റൻസ് നോക്കുമ്പോൾ സോളിനോയിഡിന്റെ അകത്ത് കോൺസ്റ്റന്റ് ആണ്, അകത്ത് എവിടെ വെച്ചാലും കോൺസ്റ്റന്റ് മാഗ്നറ്റിക് ഫീൽഡ് ആണ്, അകത്ത് യാതൊരു ചേഞ്ചും ഇല്ല. പക്ഷെ പുറത്ത് നമ്മൾ ദൂരം കൂട്ടുന്നതോറും മാഗ്നറ്റിക് ഫീൽഡ് കുറഞ്ഞു വന്നു. അപ്പോൾ ഇവിടെയും അകത്ത് കോൺസ്റ്റന്റ് ആണ്, പക്ഷെ പുറത്ത് ബി ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ഡിസ്റ്റൻസ്. മൂന്നാമത്തെ കാര്യം നമ്പർ ഓഫ് ടേൺസ് കൂടുന്തോറും മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് കൂടുന്നതായിട്ട് എക്സ്പെരിമെന്റിൽ കാണാൻ പറ്റി. അപ്പോൾ നമ്പർ ഓഫ് ടേൺസ് കൂടുമ്പോൾ മാഗ്നറ്റിക് സ്ട്രെങ്ത് കൂടി. അപ്പോൾ ഇതിന് മൂന്ന് ഫാക്ടർ, കറണ്ട്, ഡിസ്റ്റൻസ്, നമ്പർ ഓഫ് ടേൺസ്. നാലാമത്തെ ഫാക്ടറാണ് കോർ. നമ്മൾ ഇപ്പോൾ എടുത്ത കോർ എന്ന് പറഞ്ഞ് അതിന്റെ കോർ എയർ ആണ്, അതായത് നടുഭാഗത്ത് ഇൻസൈഡിൽ എയർ ആണ്. നമ്മൾ ആ കോറിൽ നമ്മളൊരു മാഗ്നറ്റിക് മെറ്റീരിയൽ, അതിപ്പോൾ അയൺ, സോഫ്റ്റ് അയൺ കോർ ആണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഒരു മെറ്റീരിയൽ വെക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഇലക്ട്രിക് ഫീൽഡ് കാരണം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ആ മാഗ്നറ്റിക് മെറ്റീരിയലിനെ ഒരു മാഗ്നറ്റ് ആക്കി മാറ്റും. അപ്പോൾ അതിന്റെ മാഗ്നറ്റിക് ഫീൽഡും ഈ ഓൾറെഡി ഉണ്ടായിരുന്ന ഇലക്ട്രിക്കൽ കറണ്ട് മാഗ്നറ്റിക് ഫീൽഡും കൂടുമ്പോൾ അവിടെ സ്ട്രെങ്ത് സ്ട്രെങ്ത് കൂടി. അപ്പോൾ കോറിന് ഡിപ്പെൻഡ് ചെയ്യും. കോറിൽ നമ്മൾ നല്ല പെർഫെക്റ്റ് മാഗ്നറ്റിക് മെറ്റീരിയൽ വെക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി മാഗ്നറ്റിക് സ്ട്രെങ്ത് കൂടും. അപ്പോൾ 4 ഫാക്ടേഴ്സ് ആണ്, കറണ്ട്, ഡിസ്റ്റൻസ്, നമ്പർ ഓഫ് ടേൺസ്, കോർ. അപ്പോൾ ഇങ്ങനെ സോഫ്റ്റ് അയൺ കോർ സോളിനോയിഡിന്റെ ഉള്ളിൽ വെക്കുന്നതിനെയാണ് ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയുന്നത്. നമ്മൾ സ്റ്റാർട്ടിംഗ് ഡിസ്കഷനിൽ പറഞ്ഞായിരുന്നു മാഗ്നറ്റ് രണ്ട് ടൈപ്പ് ഉണ്ട്, പെർമനന്റ് മാഗ്നറ്റും ഇലക്ട്രോ മാഗ്നറ്റും. അപ്പോൾ ഇങ്ങനെ ഫോം ചെയ്യുന്നതിനെയാണ് ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് വിളിക്കുന്നത്. ദ കോമ്പിനേഷൻ ഓഫ് ദ സോളിനോയിഡ് ആൻഡ് ദ സോഫ്റ്റ് അയൺ കോർ ഈസ് കോൾഡ് ദ ഇലക്ട്രോ മാഗ്നറ്റ്. ഓക്കെ, അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റ് എന്താണെന്ന് മനസ്സിലായി. നമ്മൾ അത് ഉണ്ടാക്കാൻ വേണ്ടി ഒരു സോഫ്റ്റ് അയൺ കോറിന്റെ ചുറ്റും ഒരു വയർ ഇങ്ങനെ വൂണ്ട് ചെയ്ത ഒരു സോളിനോയിഡ് ഇലക്ട്രോ മാഗ്നറ്റ് ആക്കി നമുക്ക് മാറ്റാം. ഓക്കെ, അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഇലക്ട്രോ മാഗ്നറ്റിന് നമുക്ക് കറണ്ട് വേരി ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യാം, നമ്മൾ പഠിച്ചു. അതുപോലെ നമുക്ക് ഇതിന്റെ കറണ്ട് ഡയറക്ഷൻ മാറ്റുമ്പോൾ പോൾസിന്റെ ഡയറക്ഷൻ മാറുന്നു, അപ്പോൾ നമ്മൾ പഠിച്ചു. അപ്പോൾ പെർമനന്റ് മാഗ്നറ്റിൽ നിന്ന് ഇതൊക്കെയാണ് ഇതിന്റെ ഡിഫറൻസ്. അപ്പോൾ നമുക്ക് പരീക്ഷയ്ക്ക് വരാൻ പോകുന്ന അടുത്തൊരു മെയിൻ ക്വസ്റ്റൻ ആണ് ഇലക്ട്രോ മാഗ്നറ്റും പെർമനന്റ് മാഗ്നറ്റും തമ്മിലുള്ള ഡിഫറൻസ്. നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് രണ്ടിന്റെ മാഗ്നറ്റിക് ഫീൽഡ് നോക്കാം. രണ്ടും നമുക്ക് മനസ്സിലായ സെയിം മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ഇനി നമുക്ക് ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. ഞാനിവിടെ 6 പോയിന്റ് ആണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ബേസിക്കലി ആദ്യമായിട്ട് നമ്മൾ പറയുമ്പോൾ എന്താണ്, ഇലക്ട്രോ മാഗ്നറ്റ് ടെമ്പററി മാഗ്നറ്റ് ആണ്, പെർമനന്റ് മാഗ്നറ്റ് പെർമനന്റ് ആണ്. കാരണം അത് നെയിമിംഗ് വന്നത് അതുകൊണ്ടാണ്. ഓക്കെ, പിന്നെ വരുന്നത് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ആർ ഡിസ്പ്ലേഡ് വെൻ ദ കറണ്ട് ഈസ് പാസ് ത്രൂ ഇറ്റ്. കറണ്ട് പാസ് ചെയ്യുമ്പോൾ മാത്രമാണ് ഇലക്ട്രോ മാഗ്നറ്റിൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഡിസ്പ്ലേ ചെയ്യുന്നത്. പെർമനന്റ് മാഗ്നറ്റിലോ അതിന്റെ മാഗ്നറ്റിസം ഓൾവേസ് പെർമനന്റ് ആയിരിക്കും വൺസ് ദ മെറ്റീരിയൽ ഈസ് മാഗ്നറ്റൈസ്ഡ്. ഓക്കെ, രണ്ടാമത്തെ സ്ട്രെങ്ത് ഇസ് അഡ്ജസ്റ്റഡ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ എമൗണ്ട് ഓഫ് ഫ്ലോ ഓഫ് കറണ്ട്. അതായത് കറണ്ടിന്റെ ഫ്ലോ അനുസരിച്ചായിരിക്കും സ്ട്രെങ്ത്
വേരി ചെയ്യുന്നു. ഇതിൽ അങ്ങനെയൊന്നുമില്ല. അങ്ങനെ നമുക്ക് സ്ട്രെങ്ത് വേരി ചെയ്യാൻ പറ്റില്ല. ഒരു തവണ മാഗ്നറ്റ് ആയി കഴിഞ്ഞാൽ അത് മാഗ്നറ്റിസം തീരുന്ന വരെ അതിൽ മാഗ്നറ്റിസം ഉണ്ടാവും. ഓക്കെ, അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ ഉപയോഗിക്കുന്ന മെറ്റീരിയലിനെയാണ്. റിമൂവൽ ഓഫ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഇസ് ടെമ്പററി. അതായത് നമുക്ക് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് വേണമെങ്കിൽ ഓഫ് ചെയ്ത് വെക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഓൺ ആക്കി കുറെ നേരം വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം, ഓഫ് ചെയ്ത് വെക്കണമെങ്കിൽ ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ ടെമ്പററി ആണ്. മറ്റേ കേസിൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടി നമ്മൾ ഒരു തവണ ലോസ് ആയി, അതായത് മാഗ്നറ്റിസം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചെടുക്കാൻ പറ്റില്ല, മെറ്റീരിയൽ നമുക്ക് നഷ്ടപ്പെട്ടു. ഓക്കെ, പിന്നെ ഇലക്ട്രോ മാഗ്നറ്റിൽ ഇറ്റ് റിക്വയർസ് കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഇലക്ട്രിസിറ്റി ടു മെയിൻറ്റെയിൻ മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഇലക്ട്രിക് സപ്ലൈ വേണം. പെർമനന്റ് മാഗ്നറ്റ് ആകുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ അങ്ങനെ പ്രത്യേകിച്ച് യാതൊരു സപ്ലൈയുടെ ആവശ്യമില്ല. ഇറ്റ് ഈസ് യൂഷ്വലി മേഡ് അപ്പ് ഓഫ് സോഫ്റ്റ് മെറ്റീരിയൽ, ഇറ്റ് ഈസ് യൂഷ്വലി മേഡ് അപ്പ് ഓഫ് ഹാർഡ് മെറ്റീരിയൽ. ഇത് കൺസ്ട്രക്ഷൻ ആണ്. ഇലക്ട്രോ മാഗ്നറ്റ് സോഫ്റ്റ് മെറ്റീരിയൽ ആയിരിക്കും, പെർമനന്റ് മാഗ്നറ്റ് ഹാർഡ് മെറ്റീരിയൽ ആയിരിക്കും. പിന്നെ മെയിൻ പോയിന്റ്, ഇലക്ട്രോ മാഗ്നറ്റിന്റെ പോൾസ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും, പക്ഷേ പെർമനന്റ് മാഗ്നറ്റിന്റെ പോൾസ് എപ്പോഴും ഫിക്സ്ഡ് ആയിരിക്കും. അപ്പോൾ എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ട 6 പോയിന്റ്സ് നമുക്ക് കിട്ടി. ഓഫ് മാഗ്നറ്റിക് എഫക്ട് ഓഫ് ഇലക്ട്രിസിറ്റി. നമ്മൾ ഇത്രയും നേരം കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിൽ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ചാണ് പഠിച്ചത്. ഇപ്പോൾ നമ്മൾ ആ മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ട് നമുക്ക് എന്താണ് യൂസ് അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഉപയോഗം എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൽ പഴയ പോലെ തന്നെ നമ്മൾ എക്സ്പെരിമെന്റ് കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പോൾ ഒരു എക്സ്പെരിമെന്റ് സെറ്റപ്പാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. ഒരു ഫ്രീലി ഹാങ്ങിങ് കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ ഉള്ളിൽ വെച്ചു, ബാറ്ററി കണക്ട് ചെയ്തു, സ്വിച്ച്. നമ്മൾ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ കറണ്ട് പാസ് ചെയ്യും. കറണ്ട് ഈ കണ്ടക്ടറിലൂടെ പാസ് ചെയ്യുമ്പോൾ ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ എഫക്റ്റ് കാരണം ഇതിലൊരു ഫോഴ്സ് ആക്ട് ചെയ്യും. ആ ഫോഴ്സ് കാരണം ഈ കണ്ടക്ടർ മൂവ് ചെയ്യും. ഇതാണ് മോട്ടോർ പ്രിൻസിപ്പിൾ. ഞാൻ സ്റ്റേറ്റ് ചെയ്യാം. A conductor which can move freely and which is kept in a magnetic field experience a force when a current passes through it and it moves. ഇത് എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് മോട്ടോർ പ്രിൻസിപ്പിൾ എന്ന്. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കണ്ടക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഇതിലൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുമെന്ന് പഠിച്ചല്ലോ. ആ മാഗ്നറ്റിക് ഫീൽഡും ഈ പെർമനന്റ് മാഗ്നറ്റിന്റെ മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള റിയാക്ഷൻ കാരണമാണ് അത് മൂവ് ചെയ്യുന്നത്. നമ്മൾ പഠിച്ചു ലൈക്ക് പോൾസ് റിപ്പൽ, ഓപ്പോസിറ്റ് പോൾ അട്രാക്ട്സ്. അത് കാരണമാണ് ഈ കണ്ടക്ടറിൽ ഒരു മൂവ്മെന്റ് ഉണ്ടാവുന്നത്. Okay, but direction of the force depends on the direction of current and direction of magnetic field. ഈ ഉണ്ടാവുന്ന മൂവ്മെന്റ് ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡും ഡയറക്ഷൻ ഓഫ് കറണ്ടും ആണ്. ഓക്കെ, ഇതിന് വേറെ റൂൾ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അത് നമുക്ക് കാണാം. ആ റൂളിന്റെ പേരാണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. അപ്പോൾ ഈ റൂള് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിലെ 3 ഫിംഗേഴ്സ്, തമ്പ്, പോയിന്റിംഗ് ഫിംഗർ, മിഡിൽ ഫിംഗർ, ഇത് നമ്മൾ മൂന്നും പെർപെൻഡിക്കുലർ ആയിട്ട് പിടിക്കാം. അത് ഈ ഡയഗ്രത്തിൽ കാണുന്ന പോലെ പെർപെൻഡിക്കുലർ ആയിട്ട് പിടിക്കാം. അപ്പോൾ ഡയറക്ഷൻ ഓഫ് കറണ്ട് നമ്മുടെ മിഡിൽ ഫിംഗർ, ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് നമ്മുടെ പോയിന്റിംഗ് ഫിംഗർ ആണെങ്കിൽ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് നമ്മുടെ തമ്പ് ആയിരിക്കും. അപ്പോൾ ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് പോകുമ്പോൾ ഡയറക്ഷൻ ഈ ഡയറക്ഷനും മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ അപ്ലൈ ചെയ്തത് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷനും ആണെങ്കിൽ അതിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് ഈ ഡയറക്ഷനിലായിരിക്കും, അതായത് ഇങ്ങോട്ടായിരിക്കും ആ കണ്ടക്ടർ മൂവ് ചെയ്യുന്നത്. ആ റൂള് സ്റ്റേറ്റ് ചെയ്യാം ഞാൻ. When a current carrying conductor is placed in an external magnetic field, the conductor experiences a force perpendicular to both the field and to direction of the current flow. ഇത് കണ്ടുപിടിച്ച ആളുടെ പേരാണ് ഫ്ലെമിംഗ്. അതുകൊണ്ടാണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്ന് പേര്. ഓക്കെ, അപ്പോൾ ഇത് ഓർത്തിരിക്കാൻ വേണ്ടി ഞാൻ എളുപ്പത്തിൽ ഒരു കോഡ് വേർഡ് പറഞ്ഞു തരാം. FBI, ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, നമുക്കറിയാം. അപ്പോൾ FBI, അപ്പോൾ തമ്പ് F, പോയിന്റിംഗ് ഫിംഗർ B, മിഡിൽ ഫിംഗർ I. FBI എന്ന് ഓർത്തിരിക്കാൻ മനസ്സിലാക്കാം. F ഫോർ ഫോഴ്സ്, B ഫോർ മാഗ്നറ്റിക് ഫീൽഡ്, I ഫോർ കറണ്ട്. അപ്പോൾ ഈസിലി നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. ഇലക്ട്രിക് മോട്ടോർ, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ നമ്മളെല്ലാം പഠിച്ചതാണ്. അതുപോലെ മോട്ടറിംഗ് പ്രിൻസിപ്പിൾ എന്താണ് പഠിച്ചതാണ്. ഇതിൽ നിന്ന് എങ്ങനെയാണ് ഇലക്ട്രിക് മോട്ടോർ വർക്ക് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് ഇലക്ട്രിക് മോട്ടോർ വർക്ക് ചെയ്യാൻ വേണ്ടി വരുന്ന സാധനങ്ങൾ, ഒരു മാഗ്നറ്റിക് ഫീൽഡ്, പെർമനന്റ് മാഗ്നറ്റ്സ് അതിന്റെ നോർത്തും സൗത്തും, ആർമേച്ചർ കോയിൽ ABCD, സ്പ്ലിറ്റ് റിംഗ്സ്, ഈ കാണുന്നതാണ് സ്പ്ലിറ്റ് റിംഗ്സ്, ബ്രഷ് എന്ന് പറയുന്നത് മെറ്റൽ ഓർ ഗ്രാഫൈറ്റ് ആണ്, കണ്ടക്ടർ ആണ്. ആ ബ്രഷസ് വയർ വഴി ബാറ്ററിയിൽ കണക്ട് ചെയ്തു, പോസിറ്റീവ് നെഗറ്റീവ്. ഇത്രയുമാണ് നമുക്ക് വേണ്ട അപ്പാരറ്റസ്. നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുമ്പോൾ നോക്കാം. നമ്മുടെ ബാറ്ററി നമ്മൾ ഓൺ ആക്കി കഴിയുമ്പോൾ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് കറണ്ട് ഫ്ലോ വരും. ഈ ഡയറക്ഷനിൽ കറണ്ട് വന്ന് നമ്മുടെ കാർബൺ ബ്രഷ് അല്ലെങ്കിൽ ഗ്രാഫൈറ്റ് ബ്രഷിൽ വന്ന് സ്പ്ലിറ്റ് റിംഗിൽ നിന്ന് ആർമേച്ചർ കോയിലിലേക്ക് കടന്ന് ഇവിടെ നിന്ന് ഈ ഡയറക്ഷൻ പോയി താഴത്തേക്ക് വന്ന് തിരിച്ച് നെഗറ്റീവ് ടെർമിനലിലേക്ക് എത്തും. ഓക്കെ, നമ്മളിതിനെ ABCD എന്നാണ് വിളിച്ചത്. ഈ CD എന്ന കണ്ടക്ടറിൽ, എന്ന ആർമേച്ചറിന്റെ റൈറ്റ് സൈഡിലെ കണ്ടക്ടറിൽ
കറണ്ട് പാസ് ചെയ്യുന്നത് താഴെ നിന്ന് മുകളിലേക്കാണ്. അതുപോലെ എ ബി എന്ന കണ്ടക്ടറിൽ പാസ് ചെയ്യുന്നത് മുകളിൽ നിന്ന് താഴത്തേക്കാണ്. നമുക്ക് രണ്ടല്ല, ഒന്ന് രണ്ട് മൂന്ന് കണ്ടക്ടറിലും എങ്ങനെയാണ് ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ച് നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് റൂൾ അപ്ലൈ ചെയ്യാം. ആദ്യം റൈറ്റ് സൈഡിലെ സി ഡി എന്ന കണ്ടക്ടർ. ഓക്കെ, കറണ്ട് ഡയറക്ഷൻ ഞാൻ പറഞ്ഞു താഴെ നിന്ന് മുകളിലേക്ക്. ഓക്കെ, നമുക്കറിയാം, റൂൾ അറിയാം, കോഡ് അറിയാം. എഫ് ബി ഐ, ഐ മിഡിൽ ഫിംഗർ ആണ്. മിഡിൽ ഫിംഗർ നമുക്ക് കറണ്ട് ഡയറക്ഷനിൽ പോയിന്റ് ചെയ്യിപ്പിക്കാം. ഓക്കെ, അടുത്ത് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് കറണ്ടിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മുടെ പോയിന്റിംഗ് ഫിംഗർ അല്ലെങ്കിൽ ഫോർ ഫിംഗർ നമുക്ക് പോയിന്റ് ചെയ്യിപ്പിക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും തമ്പ് പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ തമ്പ് പോയിന്റ് ചെയ്യുമ്പോൾ താഴത്തേക്കാണ്, അതായത് ഫോഴ്സ് താഴത്തേക്കാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ സി ഡി എന്ന കണ്ടക്ടറിൽ താഴത്തേക്കാണ് ആക്ട് ചെയ്യുന്നത്. അടുത്ത് നോക്കാം, ബി സി എന്ന കണ്ടക്ടറിൽ കറണ്ട് പോകുന്നത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ്. ഓക്കെ, നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കാം. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോയിന്റ് ചെയ്യാം. മാഗ്നറ്റിക് ഫീൽഡ് ഈ ഡയറക്ഷൻ ഓഫ് കറണ്ടിന് ഇവിടെ പാരലൽ ആണ്. നമ്മൾ പഠിച്ചു മോട്ടോർ പ്രിൻസിപ്പിളിൽ ഡയറക്ഷൻ ഓഫ് ഫീൽഡും ഡയറക്ഷൻ ഓഫ് കറണ്ടും പെർപെൻഡിക്കുലർ ആവണമെന്ന്. ഇവിടെ പെർപെൻഡിക്കുലർ അല്ലാത്തത് കൊണ്ട് ഇവിടെ ഈ ബി സി എന്ന കണ്ടക്ടറിൽ യാതൊരു ഫോഴ്സും ആക്ട് ചെയ്യുന്നില്ല. അടുത്ത് എ ബി കണ്ടക്ടർ എടുക്കാം. ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കാം. മുകളിൽ നിന്ന് താഴത്തേക്ക് കറണ്ട് പോകുന്നു. ഓക്കെ, മിഡിൽ ഫിംഗർ മുകളിൽ നിന്ന് താഴത്തേക്ക് നമ്മൾ പോയിന്റ് ചെയ്തു. മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക്, നമ്മുടെ പോയിന്റിംഗ് ഫിംഗർ അല്ലെങ്കിൽ ഫോർ ഫിംഗർ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് നമ്മൾ പോയിന്റ് ചെയ്തു. രണ്ടും പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ നമ്മുടെ തമ്പ് പോയിന്റ് ചെയ്യുന്നത് മുകളിലേക്കാണ്. അപ്പോൾ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് മുകളിലേക്കാണ്. അപ്പോൾ ഈ കണ്ടക്ടറിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് മുകളിലേക്കും ഈ സി ഡി എന്ന കണ്ടക്ടറിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് താഴത്തേക്കും. ഇവിടെ ഒരു ഫോഴ്സും ആക്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് നമുക്കൊരു റൊട്ടേറ്റിംഗ് എഫക്റ്റ് കിട്ടി. അതുകൊണ്ട് ഈ ഫുൾ ആർമേച്ചർ കോയിൽ റൊട്ടേറ്റ്സ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഇത് റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ആക്സിൽ കണക്ട് ചെയ്ത്, ഇപ്പോൾ നമ്മൾ ഫാനാണ് പറയുന്നതെങ്കിൽ ആക്സിൽ കണക്ട് ചെയ്ത് ഫാനിന്റെ ബ്ലേഡ് വയ്ക്കുകയാണെങ്കിൽ ഇത് കറങ്ങുമ്പോൾ ഫാനും കറങ്ങുന്നതാണ്. അങ്ങനെയാണ് ഇലക്ട്രിക് മോട്ടോർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ പാർട്സ് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യണം. എന്നിട്ട് നമ്മൾ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ച് എങ്ങനെയാണ് ഇത് റൊട്ടേഷൻ നടക്കുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, നമ്മളിത് പറഞ്ഞു സ്പ്ലിറ്റ് റിംഗ് എന്ന കമ്പൗണ്ട് ഉപയോഗിച്ചു എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് സ്പ്ലിറ്റ് റിംഗ് ഉപയോഗിക്കുന്നത്? ഇതും ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം ഇത് നോക്കാം. നമ്മൾ സെറ്റപ്പ് ചെയ്തു. സ്വിച്ച്, ബാറ്ററി, സ്പ്ലിറ്റ് റിംഗ്, ബ്രഷ്, ആർമേച്ചർ കോയിൽ, മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, നമുക്ക് നോക്കാം. കറണ്ട് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് പോകുന്നു. പോസിറ്റീവ് നമ്മൾ സ്പ്ലിറ്റ് റിംഗിൽ വന്നു. അതുവഴി നമ്മുടെ ആർമേച്ചർ കോയിലെത്തി. എ ബിയിൽ താഴെ നിന്ന് മുകളിലേക്ക് വന്നു. ബി സി സി ഡിയിലേക്ക് മുകളിൽ നിന്ന് താഴത്തേക്ക് വന്നു. നമ്മൾ തിരിച്ച് ബാറ്ററിയിലേക്ക് വന്നു. ഓക്കെ, അപ്പോൾ എ ബി എന്ന കണ്ടക്ടറിൽ നമ്മൾ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ അപ്ലൈ ചെയ്യുക. കറണ്ട് പോകുന്ന മുകളിലേക്ക്, മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ, ഫോഴ്സ് താഴത്തേക്കായിരിക്കും. അതുപോലെ ഇവിടെ സി ഡിയിൽ ഫോഴ്സ് മുകളിലേക്കായിരിക്കും. അപ്പോൾ റൊട്ടേഷൻ വരുന്നത് ആന്റി ക്ലോക്ക് വൈസ്. ഓക്കെ, ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ നടന്ന് ഈ സൈഡ് ഇപ്പുറത്തേക്ക് തിരിഞ്ഞു വന്നു. അതായത് സി ഡി എന്ന ഭാഗം ഇപ്പുറം എത്തി, എ ബി എന്ന ഭാഗം ഇപ്പുറയും എത്തി. അതായത് റൊട്ടേഷൻ നടന്നുകൊണ്ട് ഹാഫ് റൊട്ടേഷൻ ആയതുകൊണ്ടാണ് തിരിഞ്ഞു വന്നത്. തിരിഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം നമുക്കറിയാം സി ഡി കണക്ട് ചെയ്യുന്നത് ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലാണ്, എ ബി കണക്ട് ചെയ്യുന്നത് ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലാണ്. അപ്പോൾ റൊട്ടേഷൻ നടന്നു കഴിഞ്ഞപ്പോൾ സ്പ്ലിറ്റ് റിംഗ് ഉള്ളത് കൊണ്ട്, ഇവിടെ എയർ ഗ്യാപ്പ് ആണ്, സ്പ്ലിറ്റ് റിംഗ് ഉള്ളത് കൊണ്ട് സി ഡിയിൽ കറണ്ട് തിരിഞ്ഞ് പോസിറ്റീവ് ഡയറക്ഷനിൽ വന്നു. അപ്പോൾ ഈ സി ഡിയിൽ കറണ്ട് ഡയറക്ഷൻ മാറി. നേരത്തെ മുകളിൽ നിന്ന് താഴത്തേക്കായിരുന്നു, ഇപ്പോൾ താഴെ നിന്ന് മുകളിലേക്ക് വന്നു. അപ്പോൾ ഫോഴ്സ് അനുഭവപ്പെടുന്നത് താഴത്തേക്ക് തന്നെയാണ്. ഇപ്പോൾ കറണ്ട് ഡയറക്ഷൻ മാറിയില്ല എന്ന് വിചാരിക്കുക. അതായത് സി ഡിയിൽ നേരത്തെ പോലെ തന്നെ മുകളിൽ നിന്ന് താഴത്തേക്കാണെന്ന് വിചാരിക്കുക. മുകളിൽ നിന്ന് താഴത്തേക്കാണെങ്കിൽ ഇവിടെ ഫോഴ്സ് മുകളിലേക്ക് അനുഭവപ്പെടും, ഇവിടെ ഫോഴ്സ് താഴത്തേക്ക് അനുഭവപ്പെടും. അപ്പോൾ ഹാഫ് റൊട്ടേഷൻ ക്ലോക്ക് വൈസും ഹാഫ് റൊട്ടേഷൻ ആന്റി ക്ലോക്ക് വൈസും ടേൺ ചെയ്യും. നമുക്ക് മോട്ടറിന്റെ ആക്ഷൻ അങ്ങനെയല്ല വേണ്ടത്, നമുക്കറിയാം. നമ്മുടെ ഫാൻ ആണെങ്കിൽ തന്നെ ഒരു ഡയറക്ഷനിൽ തന്നെ എപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമ്മുടെ റൊട്ടേഷൻ സെയിം ഡയറക്ഷനിലാക്കാൻ വേണ്ടി നമ്മൾ കറന്റ് ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന സെറ്റപ്പാണ് സ്പ്ലിറ്റ് റിംഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആദ്യം സി ഡിയിൽ ഡയറക്ഷൻ മുകളിൽ നിന്ന് താഴത്തേക്കായിരുന്നു, അത് മാറ്റി ഇപ്പുറം എത്തിയപ്പോൾ നമ്മൾ താഴെ നിന്ന് മുകളിലേക്ക്, അതായത് ഈ സൈഡിൽ വരുന്ന കണ്ടക്ടറിന് എപ്പോഴും കറണ്ട് താഴെ നിന്ന് മുകളിലേക്ക് പോയാൽ മാത്രമാണ് റൊട്ടേഷൻ സെയിം ഒരു സൈഡിലേക്ക് മാത്രം തിരിയൂ, അല്ലെങ്കിൽ ഹാഫ് റൊട്ടേഷനിൽ തിരിച്ചു കറങ്ങും. ആ എഫക്റ്റ് നമുക്ക് വരാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ.
അപ്പോൾ ഞാൻ പറയാം, if the rotation of the armature is to be sustained, the direction of current to the armature should continuously keep on changing. The split rings help to change the direction of current through the coil after every half rotation. Hence, it is also called split ring commutator. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, എവറി ഹാഫ് റൊട്ടേഷനിൽ നമുക്ക് കറണ്ട് ഡയറക്ഷൻ ചേഞ്ച് ആവണം, ഒരു കണ്ടക്ടറിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് ഡയറക്ഷൻ ചേഞ്ച് ആവണം, എങ്കിൽ മാത്രമാണ് നമുക്ക് റൊട്ടേഷൻ ഒരു ഡയറക്ഷനിലേക്ക് മാത്രം കിട്ടുള്ളൂ. അതാണ് സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ, അതിന്റെ യൂസ്. മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ. നമ്മളെല്ലാവരും സ്പീക്കർ കണ്ടിട്ടുണ്ട്. അപ്പോൾ മൂവിംഗ് കോയിൽ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഒരു സ്പീക്കറിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിന്റെ അപ്പാരറ്റസ് നോക്കാം. ഡയഫ്രം, ഈ കാണുന്ന ഒരു ഡയഫ്രം ആണ്. വോയിസ് കോയിൽ, ഇതാണ് ഒരു വോയിസ് കോയിൽ. ആ വോയിസ് കോയിൽ ഒരു പെർമനന്റ് മാഗ്നറ്റിന്റെ ഉള്ളിലാണ് വെച്ചിരിക്കുന്നത്. പിന്നെ സോഫ്റ്റ് അയൺ കോർ, ഇത് അതിന്റെ കോറാണ്. കേസിംഗ്, ഒരു മെറ്റൽ കേസിംഗ് ആണ് ഈ കാണുന്നത്. ഓക്കെ, നമുക്ക് ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ നോക്കാം. നമ്മുടെ മൈക്രോഫോണിൽ നിന്ന് വരുന്ന സൗണ്ട്, അതായത് നമ്മുടെ മൈക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒബ്ജക്റ്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട് ഇലക്ട്രിക്കൽ സിഗ്നലായി കൺവേർട്ട് ചെയ്യും. ആ ഇലക്ട്രിക്കൽ സിഗ്നൽ നമ്മൾ ഈ കാണുന്ന വയറിലേക്ക് അപ്ലൈ ചെയ്യും. നമ്മൾ കറണ്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഈ വോയിസ് കോയിലിൽ കറണ്ട് പാസ് ചെയ്യും. നമുക്കറിയാം, ഈ വോയിസ് കോയിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു പെർമനന്റ് മാഗ്നറ്റിന്റെ അകത്താണ്. കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് എക്സ്പീരിയൻസ് എ ഫോഴ്സ്. അപ്പോൾ ഈ വോയിസ് കോയിൽ മൂവ് ചെയ്യാൻ തുടങ്ങും. നമ്മുടെ ഇലക്ട്രിക്കൽ പൾസസ് ഓരോ സമയത്തും വേരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് ഇതിന്റെ മൂവ്മെന്റും വേരിയിങ് ആയിരിക്കും. ഈ ടു ആൻഡ് ഫ്രോ മോഷൻ കാരണം ഈ ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യും. ഈ വൈബ്രേറ്റിംഗ് ഡയഫ്രത്തിൽ നിന്നാണ് നമ്മൾ കേൾക്കുന്ന സൗണ്ട് പ്രൊഡ്യൂസ് ആകുന്നത്. അപ്പോൾ ഇതിന്റെ വർക്കിംഗ് ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ സ്റ്റേറ്റ് ചെയ്യാം. ദ വോയിസ് കോയിൽ വിച്ച് ഇസ് പ്ലേസ്ഡ് ഇൻ ദ മാഗ്നറ്റിക് ഫീൽഡ് മൂവ്സ് ടു ആൻഡ് ഫ്രോ റാപ്പിഡ്ലി ഇൻ അക്കോർഡൻസ് വിത്ത് ദ ഇലക്ട്രിക് പൾസ്. These movements make the diaphragm vibrate, thereby reproducing the sound. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ ഡയഗ്രാം വരയ്ക്കണം, എന്തൊക്കെയാണ് ഇതിന്റെ കമ്പോണൻസ് എന്ന് പറയണം, പിന്നെ എങ്ങനെയാണ് നമ്മൾ മോട്ടോർ പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് ഇത് വർക്ക് ചെയ്യുന്നത് എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ ഇത്രയാണ് നിങ്ങളുടെ സിലബസിൽ വരുന്ന ടോപ്പിക്സ്. എല്ലാം ഞാൻ കവർ ചെയ്തിട്ടുണ്ട്.